ഹ്യൂമൻ ഇൻ്റലിജൻസ് ഇൻ ടേംസ് ഓഫ് ഡിസ്റ്റിക് കമ്പോണൻസ് റാദർ ദാൻ എ സിംഗിൾ എബിലിറ്റി. IQ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി എന്താണ്, ജീനിയസ് ആണോ അല്ലെങ്കിൽ ആവറേജ് ആണോ? അപ്പം ഇങ്ങനെ ഈ രീതിയിൽ ബുദ്ധിയുള്ള വ്യക്തികളുണ്ട്. അതായത് ഇത്തരം രീതിയിൽ 3 രീതിയിൽ ബുദ്ധിയെ 3 രീതിയിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഒന്നാമത്, ഹൈ ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. നമുക്കറിയാം ICDS സൈക്കോളജിയിൽ ICDS സൂപ്പർവൈസർ എക്സാമിന് 25 മാർക്കിനാണ് സൈക്കോളജി ചോദിക്കുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്, അല്ലേ? പ്രീവിയസ് ആയിട്ട് വന്നിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെ? ഈ ഒരു ഇൻ്റലിജൻസ് തിയറി ആരാണ് കൊണ്ടുവന്നിരിക്കുന്നത്? അത്തരത്തിൽ ആ രീതിയിലാണ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരുന്നത്. കൂടുതൽ ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങളിലേക്കൊന്നും പോകാൻ ചാൻസ് ഇല്ല. എന്നാലും എന്താണ് ഇൻ്റലിജൻസ് എന്നും ആ ഇൻ്റലിജൻസിൽ എന്തൊക്കെ തിയറീസ് ഉണ്ടെന്നും ആ തിയറീസിൻ്റെ പ്രത്യേകത എന്താണെന്നും ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻസ് ആണ്. ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് തിയറീസും അതാരാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്നും കുറച്ച് നെയിംസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ആദ്യത്തെ, നിങ്ങൾക്ക് എന്താണ് ഇൻ്റലിജൻസ് ഡെഫിനിഷനായിട്ടൊന്നും ചിലപ്പോൾ ചോദ്യങ്ങൾ വരില്ല, അല്ലേ? എന്നാലും എന്താണ് ഇൻ്റലിജൻസ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം, അല്ലേ? എന്താണ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ, എന്താണ് ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് അവൻ്റെ എൻവയോൺമെൻറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ളൊരു കഴിവ്, അല്ലേ? എൻവയോൺമെൻറ്റുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബുദ്ധി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബുദ്ധിനെ ഡിഫൈൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദ എബിലിറ്റി ടു അക്വയർ ആൻഡ് അപ്ലൈ നോളജ് ആൻഡ് സ്കിൽ. അതിനെ നമുക്ക് എന്ത് പറയാം? ബുദ്ധി എന്ന് പറയാം, അല്ലേ? എബിലിറ്റി ടു അക്വയർ ആൻഡ് അപ്ലൈ നോളേജ്. നോളേജ് നമ്മൾ നേടാനും അത് ആവശ്യമുള്ള സമയത്ത് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ ബുദ്ധി എന്ന് പറയുന്നത്, അല്ലേ? അതിനെ നമുക്ക് ബുദ്ധി എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം? ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ടു അണ്ടർസ്റ്റാൻഡ് എന്ന് പറയാം. അങ്ങനെ ഒരു വേർഡിൽ നിന്നാണ് ഇൻ്റലിജൻസ് എന്ത് ചെയ്തിരിക്കുന്നത്? ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്. അതായത് ഇൻ്റലിജൻസ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് ഇൻ്റലിജർ ഓർ ഇൻ്റലിജൻഷ്യ, വിച്ച് മീൻസ് ടു അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് എന്തിനാ പറയാം? ഇൻ്റലിജൻസ് എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് ദ അബിലിറ്റി ടു അഡ്ജസ്റ്റ് വിത്ത് ദ എൻവയോൺമെൻറ്റ്. സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ നമ്മളെ എൻവയോൺമെൻറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള നമ്മുടെ ഒരു കഴിവിനെയും നമുക്ക് എന്ത് പറയാം? ഇൻ്റലിജൻസ് എന്ന് പറയാം. ഓക്കെ, ടു ക്യാരി ഔട്ട് അബ്സ്ട്രാക്ട് റീസണിങ്. അടുത്ത എന്ത് പറയാം? ഇൻ്റലിജൻസ് ഇൻവോൾവ്സ് അബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് പീപ്പിൾസിനെ മനസ്സിലാക്കാൻ, ഒബ്ജക്റ്റിനെ മനസ്സിലാക്കാൻ, സിമ്പിൾസ് മനസ്സിലാക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് പറയും? ഇൻ്റലിജൻസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇൻ്റലിജൻസ് നമുക്ക് എങ്ങനെയൊക്കെ ഡിഫൈൻ ചെയ്യാം? ഇൻ്റലിജൻസ് പറഞ്ഞാൽ നമുക്ക് നോളേജ് അക്വയർ ചെയ്യാനും അത് അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ ഒരു കഴിവിനെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു കാര്യത്തെ മനസ്സിലാക്കാനുള്ള നമ്മുടെ ഒരു കഴിവിനെന്ന് പറയാം, അല്ലെങ്കിൽ നമ്മളെ സൊസൈറ്റിയിൽ നമ്മളെ എൻവയോൺമെൻറ്റിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ, നമുക്ക് ആ എൻവയോൺമെൻറ്റിൽ ജീവിക്കാൻ നമുക്ക് എന്ത് വേണമെന്ന് പറയാം? അത്തരത്തിലുള്ളൊരു കഴിവിനെ നമുക്ക് എന്ത് പറയാം? ഇൻ്റലിജൻസ് എന്ന് പറയാം. അല്ലെങ്കിൽ ആളുകളെ മനസ്സിലാക്കാൻ, വ്യക്തികളെ മനസ്സിലാക്കാൻ, ഒബ്ജക്റ്റിനെ മനസ്സിലാക്കാൻ, അങ്ങനെയുള്ള കാര്യവും നമ്മൾ എന്ത് പറയും? ഇൻ്റലിജൻസ് എന്ന് പറയും. അപ്പോൾ ഇതാണ് ഇൻ്റലിജൻസിൽ നമുക്ക് എന്ത് പറയാനുള്ളത്? ഒരു ഔട്ട്ലൈൻ എന്ന രീതിയിൽ എന്താണ് ഇൻ്റലിജൻസ് എന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് കറക്റ്റായിട്ടുള്ള ഡെഫിനിഷനൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. ഓക്കെ, അപ്പോൾ ഇനി ഇൻ്റലിജൻസ് പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു നെയിമാണ് ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ് അല്ലെങ്കിൽ IQ എന്ന് പറയുന്നത്, അല്ലേ? നിങ്ങൾ IQ ലെവലിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പം ഇൻ്റലിജൻസ് പഠിക്കുന്ന സമയത്ത് അടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് IQ, ഇൻ്റലിജൻസ് കോഷ്യൻ്റ് എന്ന് പറയുന്നത്. ഇൻ്റലിജൻസ് കോഷ്യൻ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഫോർമുല ഉണ്ട്. മെൻ്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100 ആണ് എന്ത്? ഇൻ്റലിജൻസ് കോഷ്യൻ്റ് കണ്ടുപിടിക്കാനുള്ളൊരു ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്താണ് IQ എന്ന് നോക്കാം. ഇൻ്റലിജൻസ് കോഷ്യൻ്റ് ഈസ് എ ടോട്ടൽ സ്കോർ ഡിറൈവ്ഡ് ഫ്രം several standardized tests designed to assess human intelligence. ഹ്യൂമൻ ഇൻ്റലിജൻസ് അസസ് ചെയ്യാനുള്ള ഒരുപാട് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റുകളിലൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സ്കോറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇൻ്റലിജൻസ് കോഷ്യൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന അബ്രിവേഷൻ അല്ലെങ്കിൽ ആ നെയിം കോയിൻ ചെയ്തിരിക്കുന്ന സൈക്കോളജിസ്റ്റ് ആണ് വില്യം സ്റ്റേൺ. ഇത് ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്. ആരാണ് ഇൻ്റലിജൻസ് കോഷ്യൻ്റ് എന്ന് പറഞ്ഞത്? ഒരു അബ്രിവേഷൻ അല്ലെങ്കിൽ ആ ഒരു ടേം കൊണ്ടുവന്നിരിക്കുന്നത് ആര് എന്ന ചോദ്യത്തിന് ആരാണ്? വില്യം സ്റ്റേൺ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു ഫോർമുല ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ആരല്ല? വില്യം സ്റ്റേൺ അല്ല, ടെർമാൻ ആണ്. ആരാണ്? ടെർമാൻ ആണ് ഈ ഒരു ഫോർമുല. ഇങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇൻ്റലിജൻസ് കോഷ്യൻ്റ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന ആരാണ്? ടെർമാനാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് പഠിച്ചിരിക്കുന്നത്? രണ്ടാമത്തെ സ്ലൈഡാണ്.
ഇവിടെ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇൻ്റലിജൻറ്റ് കോഷ്യൻറ്റിനെ കുറിച്ചാണ് അല്ലേ. എന്താണ് ഇൻ്റലിജൻസ് കോഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ? ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നമുക്ക് IQ എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഒരുപാട് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ IQ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അടുത്ത പറഞ്ഞിരിക്കുന്ന ഇൻ്റലിജൻസ് കോഷ്യൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ടേം കോയിൻസൈഡ് ചെയ്തിരിക്കുന്ന ആരാണ്? വില്യം സ്റ്റേൺ ആണ്. പിന്നെ ആ ഒരു ഫോർമുല എങ്ങനെയാ? ഫോർമുല എന്താണ്? മെൻ്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100. അതാണ് ആ ഫോർമുല. ആ ഫോർമുല കോയിൻസൈഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കൊണ്ടുവന്നിരിക്കുന്ന ആരാണ്? ടെർമാൻ ആണ്. ഇനി നമുക്കിത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മുടെ ചോദ്യം ചിലപ്പോൾ വരും. ഒരാളുടെ മെൻ്റൽ ഏജ് 12 മെൻ്റൽ ഏജ് ആണ്. മെൻ്റൽ ഏജ് 12 ആണ്. ക്രോണോളജിക്കൽ ഏജ് 10 ആണ്. മെൻ്റൽ ഏജ് 12 ക്രോണോളജിക്കൽ ഏജ് 10 ആണെങ്കിൽ ആ ഒരു വ്യക്തിയുടെ IQ എത്രയായിരിക്കും? IQ ലെവൽ എത്രയായിരിക്കും എന്ന ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ക്രോണോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആക്ച്വലി എത്രയാണോ വയസ്സ് അതാണ് ക്രോണോളജിക്കൽ ഏജ് എന്ന് പറയുന്നത്. നമ്മുടെ കറക്റ്റ് ഏജ് ആണ് ക്രോണോളജിക്കൽ ഏജ്. മെൻ്റൽ ഏജ് 12 ക്രോണോളജിക്കൽ ഏജ് 10 ആയി കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? മെൻ്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ ഇത് 0യും 0യും ക്യാൻസൽ ചെയ്ത് 12 ഇൻറ്റു 10 നമുക്ക് 120 എന്ന ആൻസർ കിട്ടും. ആ വ്യക്തിയുടെ IQ 120 ആണ്. ആ വ്യക്തിയുടെ IQ എന്താണ്? 120 ആണ്. അപ്പോൾ അങ്ങനെ IQ 120 ആണെങ്കിൽ ആ ഒരു വ്യക്തിയെ പറ്റിയുള്ള ധാരണ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻ്റലിജൻസ് കോഷ്യൻ്റെ വാല്യൂം തന്നിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ വ്യക്തി എങ്ങനെയായിരിക്കും? ഓക്കെ, നമുക്കിപ്പോൾ ഇൻ്റലിജൻസ് കോഷ്യൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ IQ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി എന്താണ്? ജീനിയസ് ആണോ അല്ലെങ്കിൽ ആവറേജ് ആണോ ബിലോ ആവറേജ് ആണോ? അതൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? IQയുടെ വാല്യൂ ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്തരത്തിലുള്ളൊരു IQ സ്കോറാണ് നമ്മുടെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 120 കിട്ടി അല്ലേ. 120 ആണ് നമുക്ക് നേരത്തെ കിട്ടിയ മെൻ്റൽ ഏജ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം, നിയർ ജീനിയസ് ഓർ ജീനിയസ് ആയിരിക്കണമെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന IQ 140 എബോവ് ആണെങ്കിൽ ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ജീനിയസ് ആയിരിക്കും. ഓക്കെ, IQ 140 കൂടുതലാണെങ്കിൽ എന്തായിരിക്കും? വ്യക്തി ജീനിയസ് ആയിരിക്കും. ഇനി വെരി സുപ്പീരിയർ 130 139 ഇടയിലാണ് നമ്മുടെ IQ കിട്ടുന്നതെങ്കിൽ ആ വ്യക്തി എന്തായിരിക്കും? സുപ്പീരിയർ ആയിരിക്കും. ഓക്കെ, വെരി സുപ്പീരിയർ ആയിരിക്കും. ഇനി 120 129 ഇടയിൽ നമുക്കിപ്പോൾ 120 ആണ് കിട്ടിയത് അല്ലേ. അപ്പോൾ ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അവിടെ എന്തായിരിക്കും? സുപ്പീരിയർ ആയിരിക്കും. ഓക്കെ, ഇനി 110 119 ഇടയ്ക്കാണ് നമുക്ക് IQ കിട്ടുന്നതെങ്കിൽ എബോവ് ആവറേജ് ആയിരിക്കും. 90ക്കും 109 ഇടയിലാണെങ്കിൽ നോർമൽ അല്ലെങ്കിൽ ആവറേജ് ആയിരിക്കും. ബിലോ ആവറേജ് ആണെങ്കിൽ 80നും 89നും ഇടയിലായിരിക്കും IQ. അങ്ങനെ ഓരോന്നും. ഓക്കെ, അപ്പോൾ 0ക്കും 24നും ഇടയിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ഇഡിയറ്റ് ആയിരിക്കും. അങ്ങനെ ഓരോ IQ നോക്കിയിട്ട് നമുക്ക് ആ വ്യക്തികളെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ചിലപ്പം ക്വസ്റ്റ്യൻ എങ്ങനെ വരാം? IQ എന്നതാണെങ്കിൽ IQ 120 ആണെങ്കിൽ ആ വ്യക്തിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും? ആ വ്യക്തിയുടെ IQ ഏത് ലെവലായിരിക്കും എന്ന രീതിയിലൊക്കെ ചോദ്യങ്ങൾ ചിലപ്പം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ടേബിൾ മനസ്സിലാക്കുക. IQ എന്താണെന്ന് മനസ്സിലാക്കുക. IQ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഇക്വേഷനും ഓർത്ത് വയ്ക്കുക. എങ്ങനെയാക്കി IQ നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കുക? മെൻ്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് IQ കിട്ടും. ഓക്കെ, അങ്ങനെ ആ രീതിയിലൊക്കെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? IQ കണ്ടുപിടിക്കാം. IQയിൽ ഈ ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് കോഷ്യൻ്റ് എന്ന് പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു ടേം ആരാ കൊണ്ടുവന്നിരിക്കുന്നത്? ഈ ഒരു ടേം കൊണ്ടുവന്നിരിക്കുന്നത് വില്യം സ്റ്റേൺ ആണ്. ഈ ഒരു ഫോർമുല ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ആരാണ്? ടെർമാൻ ആണ്. അടുത്തൊരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് IQയുടെ കണ്ടുപിടിക്കേണ്ട ഫോർമുല മെൻ്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100 ആണ്. പിന്നെ മറ്റൊരു പോയിന്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് ഇത്രയ്ക്ക് മുകളിലാണെങ്കിൽ സുപ്പീരിയർ ജീനിയസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ IQ എന്ന് പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഏതൊരു ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതിൽ കുറേ തിയറീസ് പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഇൻ്റലിജൻസിലും എന്തുണ്ട്? കുറച്ച് തിയറീസ് ഉണ്ട്. എല്ലാ തിയറീസ് നമ്മൾ നോക്കുന്നില്ല. ഒരു 3 തിയറി നമുക്കിന്ന് പഠിക്കാം. ആ 3 തിയറി കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചിരിക്കുക. അതിലൊന്നാമത്തെ തിയറിയാണ് സിംഗിൾ ഫാക്ടർ തിയറി അല്ലെങ്കിൽ യൂണി ഫാക്ടർ തിയറി, മൊണാർക്കിക് തിയറി അങ്ങനെയൊക്കെ അറിയപ്പെടുന്ന തിയറിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആൽഫ്രഡ് ബിനെറ്റ് ആണ്. എന്താണ്? ആൽഫ്രഡ് ബിനെറ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഇപ്പം ഇൻ്റലിജൻസിനെ കുറിച്ചൊക്കെ പഠിച്ച് തുടങ്ങിയ സമയത്ത് വന്നൊരു തിയറിയാണ് ഇതെന്ന് പറയുന്നത്. Okay, Alfred Binet developed the first intelligence test in France in the year 1904. First intelligence test ഫ്രാൻസിൽ
ഡെവലപ്പ് ചെയ്ത ആരാണ്? ആൽഫ്രഡ് ബിനറ്റ് ആണ്. ആൽഫ്രഡ് ബിനറ്റിന്റെ തിയറിയാണ് ഏത്? സിംഗിൾ ഫാക്ടർ തിയറി, അല്ലെങ്കിൽ യൂണിറ്ററി ഫാക്ടർ തിയറി, അല്ലെങ്കിൽ യൂണി ഫാക്ടർ തിയറി എന്നറിയപ്പെടുന്ന, മൊണാർക്കിക് തിയറി എന്നൊക്കെ അറിയപ്പെടുന്ന തിയറിയാണ് ഏത്? സിംഗിൾ ഫാക്ടർ തിയറി. ആരുടേതാണ്? നെയിം ഓർത്ത് വയ്ക്കുക, ആൽഫ്രഡ് ബിനറ്റ്. ആൽഫ്രഡ് ബിനറ്റിന്റെ ആണ് ഏത്? സിംഗിൾ ഫാക്ടർ തിയറി. ഇതിലൊന്നുമില്ല. ബിനറ്റ് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫാക്ടറിനെ മാത്രമേ അവിടെ ബുദ്ധിയായിട്ട് കൺസിഡർ ചെയ്യുന്നു, അല്ലെ? നമ്മളിപ്പോൾ എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും unifactor intelligence, we all have common sense or general factor of intelligence to apply every ടാസ്കിൽ അപ്ലൈ ചെയ്യാനും നമുക്ക് എന്താണ്? ഒരു തരത്തിലുള്ള ബുദ്ധി മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. സിമ്പിളായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, ഇതിനെപ്പറ്റി പഠിച്ചു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ആ ഒരു കാലഘട്ടത്തിൽ വന്ന തിയറിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്? ബുദ്ധിക്ക് കുറേ ഘടകങ്ങളുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ബുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു കാര്യത്തിനും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ് നമ്മുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ. എല്ലാ ടാസ്കിനും അല്ലെങ്കിൽ ഏതൊരു കാര്യം ചെയ്യാനും ഒരു ബുദ്ധി മാത്രം മതി എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. എന്താണ്? കോമൺ സെൻസ് ഓർ ജനറൽ ഫാക്ടർ ഫോർ ഇന്റലിജൻസ് ടു അപ്ലൈ എവറി ടാസ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ബുദ്ധിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നാണ് ഈ ഒരു തിയറിയിൽ, സിംഗിൾ ഫാക്ടർ തിയറിയിൽ പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ കൂടുതലായിട്ടൊന്നുമില്ല. ഒരു സിംഗിൾ ഫാക്ടർ, ഒരു ഫാക്ടർ മാത്രമേ ഉള്ളൂ ബുദ്ധിക്ക് എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ആൽഫ്രഡ് ബിനറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത്രേ ഇതിലുമുള്ളൂ സിംഗിൾ ഫാക്ടർ തിയറിയിൽ അല്ലെങ്കിൽ യൂണി ഫാക്ടർ തിയറിയിൽ പറയുന്നത്. ബുദ്ധിക്ക് ഒരു ഘടകം മാത്രമേ ഉള്ളൂ, എല്ലാ ടാസ്കിലും അപ്ലൈ ചെയ്യാനും നമുക്ക് ആ ഒരു ഘടകം മാത്രം മതി എന്നാണ് ആര് പറയുന്നത്? ആൽഫ്രഡ് ബിനറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, അടുത്ത കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ചാൾസ് സ്പിയർമാൻ്റെ ആണ്. അതാണ് ടു ഫാക്ടർ തിയറി. ഓക്കെ, എന്താണ്? ടു ഫാക്ടർ തിയറി. അപ്പൊ ബിനറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സിംഗിൾ ഫാക്ടർ തിയറിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ടു ഫാക്ടർ തിയറിയാണ്. അപ്പൊ കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പൊ സ്പിയർമാൻ എന്തായിരിക്കും പറഞ്ഞിരിക്കുന്നത്? ബുദ്ധിക്ക് രണ്ട് ഫാക്ടർ ഉണ്ട്. എന്താണ്? ബുദ്ധിക്ക് രണ്ട് ഘടകങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്? ജി ഫാക്ടറും എസ് ഫാക്ടറും. ജി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ജനറൽ ഫാക്ടർ, എസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഫാക്ടർ. ഓക്കെ, ഒരു വ്യക്തി ജനിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള കഴിവുകളാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ബുദ്ധിയാണ് എന്ത് പറയുന്നത്? ജനറൽ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സ്പെസിഫിക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ അത് എൻവയോൺമെന്റിൽ കൂടെ അക്വയർ ചെയ്തെടുക്കുന്നതാണ്. എന്താണ്? പഠനത്തിലൂടെയും ബാക്കിയുള്ള കാര്യങ്ങളും എൻവയോൺമെന്റൽ ഇൻട്രാക്ഷനുമായിട്ട് സോഷ്യൽ ഇൻട്രാക്ഷനിൽ കൂടെയൊക്കെ പഠിച്ചെടുക്കുന്ന കാര്യങ്ങളാണ് ഏതെന്ന് പറയുന്നത്? സ്പെസിഫിക് ഫാക്ടർ എന്ന് പറയുന്നത്. അങ്ങനെ ബുദ്ധിക്ക് രണ്ട് ഘടകങ്ങളുണ്ട് എന്നാണ് ആര് പറയുന്നത്? ചാൾസ് സ്പിയർമാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തി നമ്മൾ ജനിക്കുന്ന സമയത്തെ ചില കുട്ടികൾക്ക് എന്താണ്? പാടാനുള്ള കഴിവുകളൊക്കെ ഉണ്ടായിരിക്കും, അല്ലെ? ആ പാടാനുള്ള കഴിവ് എന്ത് ചെയ്യും? കുറച്ചും കൂടെ വരുന്ന സമയത്ത് പാട്ടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് പഠിക്കുന്നു, കൂടുതലായിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് അതെന്തായിട്ട് മാറും? സ്പെസിഫിക് ഫാക്ടർ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ആ ജനറൽ ഫാക്ടർ ഇൻബോൺ ആയിട്ടുള്ള കാര്യമാണ്. നമുക്കത് കൂട്ടാനോ കുറയ്ക്കാനോ അല്ലെങ്കിൽ ഒഴിവാക്കാനോ ഒന്നും പറ്റുന്ന കാര്യമല്ല. പക്ഷേ സ്പെസിഫിക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളത് അക്വയർ ചെയ്തെടുക്കുന്നതാണ്. നമുക്കത് നമ്മുടെ എൻവയോൺമെന്റ് ഇൻട്രാക്ഷനിൽ കൂടെ അല്ലെങ്കിൽ നമ്മളെ പ്രാക്ടീസിൽ കൂടെ നമ്മൾ അക്വയർ ചെയ്തെടുക്കുന്ന കാര്യമാണ് ഇത് സ്പെസിഫിക് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ജനറൽ ഇന്റലിജൻസ്, ദാറ്റ് ഈസ് ജി ഫാക്ടർ ഈസ് അക്വയർഡ് ഫ്രം ഹെറിഡിറ്ററി ആൻഡ് കാനോട്ട് ബി ഇൻക്രീസ്ഡ് ഫ്രം എൻവയോൺമെന്റ്. But on the contrary, specific intelligence, that is S factor, is acquired from the environment and can be enhanced by practice and experience. നമുക്ക് പ്രാക്ടീസിൽ കൂടെയും എക്സ്പീരിയൻസിൽ കൂടെയൊക്കെ എന്ത് ഇംപ്രൂവ് ചെയ്തെടുക്കാം? നമ്മുടെ എസ് ഫാക്ടർ നമുക്ക് ഇംപ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ജി ഫാക്ടർ refers to the general factor which is used in all the general tasks, and S factor which help you to excel in specific field or task. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ജി ഫാക്ടറും എസ് ഫാക്ടറും ഒരുപോലെ ആയിരിക്കും? അല്ല, ഡിഫറൻസ് ഉണ്ടായിരിക്കും, അല്ലെ? ചിലപ്പോൾ പാട്ട് പാടാൻ കഴിവുള്ളവർക്ക് പഠിക്കാൻ എന്തായിരിക്കും? ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പഠിക്കാൻ നല്ല കഴിവുള്ളൊരു വ്യക്തിക്ക് പാടാൻ എന്തായിരിക്കും? അത്ര എല്ലാവർക്കും പാടാൻ അറിയണമെന്നുണ്ടോ? ഇല്ല. അപ്പൊ സ്പെസിഫിക് ഫാക്ടർ എന്താണ്? ഓരോ വ്യക്തികളിലും മാറി മാറി വരുന്നു. അത് നമുക്ക് പ്രാക്ടീസിൽ കൂടെയും അതേപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസിൽ കൂടെയും എൻവയോൺമെന്റ് ആയിട്ടുള്ള ഇന്ററാക്ഷനിൽ കൂടെയൊക്കെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കൺസെപ്റ്റ് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് പറയാം. ഇവിടെ ടു ഫാക്ടർ തിയറിയാണ് ആരാണ് കൊണ്ടുവന്നിരിക്കുന്നത്? സ്പിയർമാൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ രണ്ട് കൺസെപ്റ്റ് ആണ് പറയുന്നത്. ഒന്ന് എസ് ഫാക്ടർ എന്നും ജി ഫാക്ടർ എന്നും. ജി ഫാക്ടർ എന്ന് പറഞ്ഞാൽ അവിടെ ജനറൽ ഫാക്ടർ ആണ്, നമുക്ക് ഇന്നേനായിട്ട് നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്ന ഫാക്ടറാണ് ഇത് ജി ഫാക്ടർ എന്ന് പറയുന്നത്. എസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഫാക്ടർ ആണ്. അത് നമുക്ക് എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് പ്രാക്ടീസിൽ കൂടെയും എക്സ്പീരിയൻസിൽ കൂടെയൊക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇത് സ്പെസിഫിക് ഫാക്ടർ എന്ന്
പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് ഏതിൽ പറയാനുള്ളത്, 2 ഫാക്ടർ തിയറിയിൽ പറയാനുള്ളത്. അടുത്താണ് സ്റ്റേൺബർഗിന്റെ ട്രയാർക്കിക് തിയറി. ഓക്കെ, പ്രീവിയസ് ആയിട്ട് നിങ്ങൾക്ക് ചോദിച്ച ചോദ്യമാണ്. ട്രയാർക്കിക് തിയറി ആരാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ആരാണ്? സ്റ്റേൺബർഗ് ആണ്. ആരാണ്? സ്റ്റേൺബർഗ് ആണ് ട്രയാർക്കിക് തിയറി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് പഠിച്ചു? നമ്മൾ ആർക്കിക് തിയറി പഠിച്ചു അല്ലേ, സിംഗിൾ ഫാക്ടർ. അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് പഠിച്ച ഒരു തിയറി, അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ബുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു ഘടകം മാത്രമേ ഉള്ളൂ. യൂണിറ്ററി ഫാക്ടർ തിയറി അല്ലെങ്കിൽ യൂണി ഫാക്ടർ തിയറി എന്ന് നമ്മൾ പഠിച്ചു. ബുദ്ധിക്ക് ഒരു ഘടകം മാത്രമേ ഉള്ളൂ. രണ്ടാമത് സ്പിയർമാൻ്റെ പഠിച്ച സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞു? 2 ഫാക്ടർ തിയറി പഠിച്ചു അല്ലേ. ബുദ്ധി എന്ന് പറഞ്ഞാൽ 2 ഘടകങ്ങളാണ് എന്ന് പഠിച്ചു. ഓക്കെ, അടുത്തതാണ് സ്റ്റേൺബർഗ് എന്ന് പറഞ്ഞു, ബുദ്ധി എന്ന് പറഞ്ഞാൽ 3 ഘടകങ്ങളാണ് ബുദ്ധിക്കുള്ളത് എന്നാണ് ആര് പറയുന്നത്? സ്റ്റേൺബർഗ് പറയുന്നത്. അത് ഏതൊക്കെയാണ്? ഹ്യൂമൻ ഇന്റലിജൻസ് ഇൻ ടേംസ് ഓഫ് ഡിസ്റ്റിങ് കമ്പോണൻസ് റാദർ ദാൻ എ സിംഗിൾ എബിലിറ്റി. സിംഗിൾ എബിലിറ്റിയേക്കാൾ കൂടുതൽ ഡിസ്റ്റിങ്ക്റ്റ് എബിലിറ്റി ഉള്ളതാണ് ഹ്യൂമൻ എന്ന് പറയുന്നത് ആര്? സ്റ്റേൺബർഗ്. അത് ഏതൊക്കെയാണ്? അതിൽ ഒന്നാമത്തെയാണ് പ്രാക്ടിക്കൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ കോണ്ടെക്സ്ച്വൽ ഇന്റലിജൻസ്. അതായത് നമ്മളൊരു വ്യക്തി, ചില വ്യക്തികളെ കണ്ടാൽ നിങ്ങൾക്കറിയാം, ആ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്തെ അല്ലെങ്കിൽ ആ ഒരാളുകളൊക്കെ കയ്യിലെടുക്കാൻ പറ്റുന്ന ചില വ്യക്തികളുണ്ടായിരിക്കും അല്ലേ. അപ്പം അങ്ങനെയുള്ള വ്യക്തികളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഇൻ്റലിജൻസ് ആണ് ഇത് കോണ്ടെക്സ്ച്വൽ ഇൻ്റലിജൻസ്. അതായത് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നിൽക്കാൻ അറിയുന്ന ഒരു വ്യക്തി അല്ലേ, അവിടെയുള്ള ആളുകളൊക്കെ കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തി. അപ്പം അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഉണ്ടായിരിക്കുന്ന ഇൻ്റലിജൻസ് ആണ് ഇത് കോണ്ടെക്സ്ച്വൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ രാഷ്ട്രീയക്കാരൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഇൻ്റലിജൻസ് ഏത് തന്നെയായിരിക്കും? കോണ്ടെക്സ്ച്വൽ ഇൻ്റലിജൻസ് തന്നെയായിരിക്കും. രണ്ടാമത്തെയാണ് ഇത് ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്സ്പീരിയൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ആ ഒരു വ്യക്തിയിൽ എന്തായിരിക്കും? ക്രിയേറ്റീവ് ആയിരിക്കും അല്ലേ. മറ്റുള്ള വ്യക്തികളെ കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ എന്താണ്? പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? കോണ്ടെക്സ്ച്വൽ ഇൻ്റലിജൻസ്. ആ ഒരു കോണ്ടെക്സ്റ്റ് അനുസരിച്ച് പെരുമാറാൻ അറിയാം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗം കീഴടക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികൾക്കുള്ള ഏത് കൂടുതലായിരിക്കും? കോണ്ടെക്സ്ച്വൽ ഇൻ്റലിജൻസ് കൂടുതലായിരിക്കും. രണ്ടാമത്തെയാണ് ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ എക്സ്പീരിയൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു വ്യക്തിയിൽ എന്ത് കൂടുതലായിരിക്കും? ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതലുള്ള വ്യക്തികളായിരിക്കും. അതാണ് ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെയാണ് അനലിറ്റിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും അതിനെന്ത് ചെയ്യാൻ? അനാലിസിസ് ചെയ്യാൻ, ഏതൊരു സിറ്റുവേഷനിലും അതിനെ അനലൈസ് ചെയ്യാനും അതിന് സൊല്യൂഷൻ കണ്ടെത്താനും അങ്ങനെ അനലൈസ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ കഴിവുള്ള വ്യക്തികളുണ്ടായിരിക്കും അല്ലേ. അപ്പം അങ്ങനെയുള്ള ഒരു ഇൻ്റലിജൻസ് ആണ് ഇത് അനലിറ്റിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഈ രീതിയിൽ ബുദ്ധിയുള്ള വ്യക്തികളുണ്ട്. അതായത് ഇത്തരം രീതിയിൽ 3 രീതിയിൽ ബുദ്ധിയെ 3 രീതിയിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഒന്നാമത്തേതാണ് പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ കോണ്ടെക്സ്ച്വൽ ഇൻ്റലിജൻസ്. രണ്ടാമത്തെ ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ എക്സ്പീരിയൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയാം. മൂന്നാമത്തേതാണ് അനലിറ്റിക്കൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ കോമ്പണൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ബുദ്ധിയെ 3 ഘടകങ്ങളുണ്ട് അല്ലെങ്കിൽ ട്രയാർക്കിക് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി ആരാണ്? സ്റ്റേൺബർഗ് ആണ്. പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യം നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ഇതായിരുന്നു ചോദ്യം നിങ്ങളുടെ. ഹൂ പ്രപ്പോസ്ഡ് ട്രയാർക്കിക് തിയറി ഓഫ് ഇൻ്റലിജൻസ്? അതാണ്. ആരാണ്? കേറ്റ്ലാണോ, ഗാർഡനർ ആണോ, സ്റ്റേൺബർഗ് ആണോ, സ്പിയർമാൻ ആണോ? ആരാണ് ട്രയാർക്കിക് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? സ്റ്റേൺബർഗ് ആണ് അല്ലേ. സ്റ്റേൺബർഗ് ആണ് ട്രയാർക്കിക് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സ്പിയർമാൻ ഏതായിരുന്നു? സ്പിയർമാനെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ. ചാൾസ് സ്പിയർമാൻ്റെ 2 ഫാക്ടർ തിയറി നമ്മൾ പഠിച്ചു. ചാൾസ് സ്പിയർമാൻ്റെ 2 ഫാക്ടർ തിയറി, ജനറൽ ഫാക്ടറും സ്പെസിഫിക് ഫാക്ടറും. അതേപോലെ സിംഗിൾ ഫാക്ടർ തിയറി ആരാണ്? ആൽഫ്രഡ് ബിനെറ്റ് ആണ്. അപ്പോൾ അവരുടെ പേര് ഓർത്ത് വെക്കുക. അതുപോലെ ഐക്യു എന്ന് പറഞ്ഞിരിക്കുന്ന ടേം കോയിൻസൈഡ് ചെയ്തിരിക്കുന്ന ആരാണ്? വില്യം സ്റ്റേൺ ആണ്. ഫോർമുല ആരാണ്? ടേംമാൻ ആണ്. അപ്പോൾ നമ്മൾ ഏകദേശം 5ഓളം സൈക്കോളജിസ്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും പേര് മാറി പോകാൻ പാടില്ല. അതിലെ കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കുക. ആരാണ് കോയിൻസൈഡ് ചെയ്തിരിക്കുന്നത്? ഓരോ ടേമും 2 ഫാക്ടർ ആണോ, യൂണി ഫാക്ടർ ആണോ, ട്രയാർക്കിക് തിയറി ആണോ, അങ്ങനെ ഓരോന്നും നന്നായിട്ട് മനസ്സിലാക്കുക. ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട തിയറിയാണ്. ഓക്കെ, അപ്പോൾ ഇത് മാത്രമല്ല നമുക്ക് ഗിൽഫോർഡിൻ്റെ തിയറി പഠിക്കാനുണ്ട്. ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ ഏരിയയിൽ ഗിൽഫോർഡിൻ്റെ ഇൻ്റലിജൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതുപോലെ ഹവാർഡ് ഗാർണറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറിന് ഏകദേശം 8ഓളം ഇൻ്റലിജൻസ് ഉണ്ടെന്നാണ് ഹവാർഡ് ഗാർണർ പറയുന്നത്. അപ്പോൾ ഓരോ വ്യക്തികളിലുള്ള 8ഓളം ഇൻ്റലിജൻസ് എന്തൊക്കെയാണ് അത് പഠിക്കാനുണ്ട്. ഇതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്? ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് വരും സ്റ്റേൺബർഗ് ആണ് അല്ലേ ട്രയാർക്കിക് തിയറി വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ഏരിയയിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ബിലോങ് ടു ജി ഫാക്ടർ? ജി ഫാക്ടറുമായിട്ട് ബന്ധമില്ലാത്തത് ഏത് എന്നാണ്? ഓപ്ഷൻ എ, ഇറ്റ് ഈസ് അക്വേർഡ് ഫ്രം ദി എൻവയോൺമെന്റ്. ഓപ്ഷൻ ബി, ഇനേറ്റ്. ഇറ്റ് ക്യാൻ ബി മോഡിഫൈഡ് ത്രൂ എഡ്യൂക്കേഷൻ. ഇറ്റ് ഈസ് കോൺസ്റ്റന്റ് ഇൻ നാച്ചർ.
ഇതിലേതാണ് എസ് ഫാക്ടറുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ വായിച്ചാൽ തന്നെ അറിയാം അല്ലേ. നമ്മൾ ജി ഫാക്ടറിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ജി ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മൾ ഓൾറെഡി ഉള്ള കാര്യങ്ങളാണ് അല്ലെ. നമ്മൾ എൻവയോൺമെന്റ് പഠിച്ചെടുക്കുന്ന കാര്യങ്ങളാണോ? അല്ല. അപ്പൊ ഇവിടെ ഏതായിരിക്കും ആൻസർ വരിക? ഇറ്റ് ഈസ് അക്വേർഡ് ഫ്രം എൻവയോൺമെന്റ് എന്ന് പറഞ്ഞത് ജി ഫാക്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്? എസ് ഫാക്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ നന്നായിട്ട് മനസ്സിലാക്കുക. ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്തായിരുന്നു? നമ്മൾ ഇന്റലിജൻസ് എന്താണെന്ന് പഠിച്ചു അല്ലെ. ഇന്റലിജൻസ് എന്താണ്, ഡെഫിനിഷൻ പോലെ ഇന്റലിജൻസിനെ കുറിച്ച് മനസ്സിലാക്കി. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത പഠിച്ച എന്താണ്? IQ ആണ് അല്ലെ. IQ ആണ്. IQലെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. എങ്ങനെ IQ കണ്ടുപിടിക്കാം എന്നുള്ളൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു. അതിൽ ഓരോ ആ ടേബിളും ഓർത്ത് വയ്ക്കുക. IQ ഇത്ര എബോവ് ആണെങ്കിൽ ആ വ്യക്തി എന്തായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക. അത് കഴിഞ്ഞ് നമ്മൾ തിയറിയിലേക്ക് കടന്നു. യൂണിഫാക്ടർ തിയറി പഠിച്ചു. പിന്നെന്താണ്? 2 ഫാക്ടർ തിയറി പഠിച്ചു. ട്രയാർക്കിക് തിയറി പഠിച്ചു. അതൊക്കെ ആരൊക്കെയാണ് കോയിൻസൈഡ് ചെയ്തിരിക്കുന്നത്, അതിലെ കൺസെപ്റ്റ് എന്താണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഇതിൽ നമുക്ക് ഗിൽഫോർഡിന്റെ തിയറി പഠിക്കാനുണ്ട്. അതേപോലെ ഹവാർഡ് ഗാർണറുടെ തിയറിയും പഠിക്കാനുണ്ട് ഇന്റലിജൻസ് എന്ന് പറഞ്ഞൊരു ഭാഗത്തുനിന്ന്. അപ്പൊ ഇന്റലിജൻസ് ഏകദേശം ഒരു ധാരണ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ICDS എക്സാം വരാൻ പോകുന്നുള്ള എല്ലാവരും അപ്ലൈ ചെയ്തിട്ട് അല്ലെ എക്സാമിന്റെ ഡേറ്റ് ഒക്കെ അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും. അപ്പൊ നമ്മളിവിടെ ICDS സൂപ്പർവൈസർ എക്സാമിന് ഇപ്പൊ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് 20% ഓഫർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ 20% ഓഫർ ലഭിക്കാനും അതിനെപ്പറ്റി കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള മറ്റ് ക്ലാസ്സുകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്